കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം രചിച്ചുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്ത് മദർഷിപ്പ് എത്തുകയാണ്. നാളെ രാവിലെ മുഖ്യമന്ത്രി അതിൻ്റെ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഇത് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ചതാണ്. ഉമ്മൻചാണ്ടിയുടെ ഒരു വിഷനാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖം. കേരളത്തിലെ ഈ വികസന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിൽ, സാക്ഷാത്കരിച്ചതിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു ദൃഢനിശ്ചയമുണ്ട്. ഈ പദ്ധതി പ്രഖ്യാപിച്ച ഉടനെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഉടമസ്ഥതയിലുള്ള പത്രമാണ് ദേശാഭിമാനി കൊടുത്ത തലക്കെട്ട്. പഴയ പത്രം പരിശോധിച്ചാൽ അറിയാം. 5000 കോടിയുടെ കടൽ കൊള്ള എന്നാണ് ആരോപണങ്ങൾ ഉന്നയിച്ചു. ഈ പദ്ധതി അനുവദിച്ചതിൽ മുഖ്യമന്ത്രിക്കെതിരെ സാമ്പത്തികമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അന്വേഷണം ആവശ്യപ്പെട്ടു. അന്ന് CPM സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ. അന്ന് ഉമ്മൻചാണ്ടി അസന്നിഗ്ധമായി പറഞ്ഞു, എന്ത് ആരോപണങ്ങൾ ഉന്നയിച്ചാലും അതിൽ ആ ആരോപണങ്ങൾ കേട്ട് ഭയന്നോടാൻ പോകുന്നില്ല. UDF സർക്കാരിൻ്റെ ദൃഢനിശ്ചയമാണ്, ഞങ്ങളിത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അദ്ദേഹം ആ നടപ്പിലാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയമാണ്, അദ്ദേഹത്തിൻ്റെ വിഷനാണ് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയത്. ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ വികസന നായകൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതിന് കാരണം എന്താ? അദ്ദേഹം കൊച്ചിൻ മെട്രോ റെയിൽ, കണ്ണൂർ വിമാനത്താവളം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വിഷയമായിരുന്നു. യഥാർത്ഥത്തിൽ നിയമസഭയിൽ ഇന്നലെ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പിതൃത്വമാർക്ക് ആരുടെ കുഞ്ഞാണ് എന്ന് ചർച്ച നടന്നുവെന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു. അക്ഷരാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ ബേബിയാണ്, UDFൻ്റെ ബേബിയാണ്. ആ കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട. കഴിഞ്ഞ ഈ ക്രെയിൻ ഉദ്ഘാടനത്തിൽ പ്രതിപക്ഷ നേതാവിനെയും ശ്രീ ശശി തരൂരിനെയും എല്ലാം വിളിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതിൽ UDF സർക്കാരിൻ്റെ പങ്കിനെക്കുറിച്ച്, ഉമ്മൻചാണ്ടിയുടെ പങ്കിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവും ശ്രീ ശശി തരൂരുമെല്ലാം അവിടെ പരാമർശിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ ട്രയൽ റണ്ണിൻ്റെ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല. കേരള സർക്കാരിൻ്റെ ഒരു വലിയ വികസന പദ്ധതി UDF സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ചത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ, അതിൻ്റെ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ വിളിക്കണം എന്ന് പ്രത്യേകിച്ച് ആരെങ്കിലും പറയണോ? പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തതിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. MPയെ വിളിച്ചില്ല. പ്രധാനമായിട്ട് MPയെയും പ്രതിപക്ഷ നേതാവിനെയും വിളിക്കാത്തത് വളരെ തെറ്റായ ഒരു വളരെ പ്രതിഷേധാർഹമാണ്.